ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരു ദിക്ർ, ഒറ്റ ഒരു ദിക്ർ പറഞ്ഞാൽ മതി. ഒരേ ഒരു ദിക്ർ ലോക ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കാൻ കഴിയും. എത്രയൊക്കെ യവനൊക്കെ നമ്മൾ എന്തൊക്കെ പറയാം, ഭർത്താവ്, മക്കള്, ഭാര്യ, കൂട്ടുകാര്, കുടുംബക്കാര്, മാതാപിതാക്കള്, ഈ നാട് മുഴുവനും നിനക്കെതിരായാലും നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ മരിക്കണമെന്ന് തോന്നുമ്പോ, ആത്മഹത്യ ചെയ്താൽ കൊള്ളാം, നിനക്കൊണ്ടത് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് ചാകണമെന്ന് തോന്നിയ അതിനു മുമ്പ് ഒരു 3 പ്രാവശ്യം ഈ ദിക്ർ പറ, നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്റാണ് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോൾ, അല്ലാഹുവേ, നാട്ടുകാര് കളിയാക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത്? പടച്ചവനെ, എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമല്ലോ എന്നോർത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പെങ്ങളെ. ആയിഷ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന് മുനാഫിക്കീങ്ങളെ പറഞ്ഞു പരത്തുകയാ. സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. ഈ സഹാബിയുടെ കൂടെ വ്യഭിചരിച്ചെന്ന് പടച്ചവനെ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. ഒരു നാട് മുഴുവനും വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് പോലും വിശ്വസിച്ചുപോയി. എവിടെയും ആയിഷയെ കുറിച്ചാണ് ചർച്ച, എവിടെയും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടൊരു സമാധാനമില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയിഷ. ഭാര്യയോട് ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ പടച്ചവനെ ആയിഷ പതറിപ്പോയി. ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദനയായി. നാട്ടുകാരെ പറഞ്ഞതല്ല, റസൂലുള്ള വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ വേദനിക്കുന്ന ഹൃദയത്തോടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഓടി ചെന്നതിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ വ്യഭിചരിക്കുവോ വാപ്പാ, ഞാൻ വ്യഭിചരിക്കുവോ വാപ്പാ? ഇവരെല്ലാവരും പറയുന്നത് കള്ളമാണ് വാപ്പാ. തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പൊന്നുപോള് പറയുമ്പോ വാപ്പ പറയുന്നു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. വാപ്പ കൈയൊടിയുകയാ. പിന്നീട് കടന്നു ചെല്ലുന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലാ. തന്റെ ഉമ്മയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് ഹൃദയം വെട്ടുന്ന വേദനയോട് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ. ഇവര് മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാ. ഇവര് പറയുന്നത് കള്ളവാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയുമ്പോ മകളുടെ കയ്യിൽ പിടിച്ചിട്ട് തെറ്റുന്ന പറയുന്നു, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ ആയിഷ. വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ഉമ്മ കൈയിടുന്നു, വാപ്പ കൈയിടുന്നു, ഭർത്താവ് കൈയിടുന്നു. ഒരു രാജ്യം മുഴുവനും ഒരു നാട് മുഴുവനും വ്യഭിചാരിയെന്ന മുദ്രകുത്തിയിട്ട് എല്ലാവരും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ 14 വയസ്സിന് താഴെ പ്രായമുള്ള 14 വയസ്സിന് താഴെ പ്രായമുള്ള ആയിഷ ബീവി തോറ്റുകൊടുത്തില്ല. ആയിഷ ബീവി പതറിയില്ല. പടച്ചവരേ, ആ
ആത്മഹത്യ ചെയ്യാ തീരുമാനിച്ചില്ല. തോറ്റുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. പടച്ചവരെ ചെയ്യാത്ത തെറ്റിന്റെ പേര് നാട്ടുകാരത് ഇവനും കളിയാക്കുമ്പോ ഐഷാബീദ് താലാർഹ വീടിനകത്ത് കയറുകയാ. നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ കയറിടത്തില്ല, വിശദച്ചരിച്ചില്ല. അല്ലാഹുവേ വീടിനകത്ത് നിസ്കാരപ്പായിലേക്കുകയാ. 14 ദിവസം കഴിഞ്ഞു. 15ാമത്തെ ദിവസം സുബഹ നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരെ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാ. ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. നബിയേ, ഖുർആനിലായത്തിറങ്ങിയോ നബിയേ, ഖുർആനിലായത്തിറങ്ങിയോ നബിയേ, ജിബ്രീൽ വന്നോ നബിയേ, ആകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ. ആയിഷാ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, അല്ലാഹു സഹായിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ ഇത്ര ഉറപ്പുണ്ട്? ആയിഷ ഇത്ര ഉറപ്പുണ്ട്? ആയിഷ അവിടുന്ന് പറഞ്ഞു, നബിയേ, ഈ 14 ദിവസം ഞാൻ ഈ റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ. ഹൃദയം പൊട്ടുന്ന വേദനയോട്, താങ്ങാൻ കഴിയാത്ത വേദനയോട് ഞാൻ റബ്ബിനോട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ്. റസൂലുള്ള ചോദിച്ചു, ഏത് ദിക്റാ ആയിഷ? നിനക്ക് മനസമാധാനം തന്നോ, ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്നോ, ആ ദിക്റേതാ ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നു, നബിയേ, നിസ്കാരപ്പായിലിരുന്നുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, എന്റെ ഉമ്മ എന്നെ കൈയിടിഞ്ഞു, എന്റെ വാപ്പ എന്നെ കൈയിടിഞ്ഞു, എന്റെ കൂടപ്പിറപ്പെന്നെ കൈയിടിഞ്ഞു, എന്റെ ഭർത്താവെന്നെ കൈയിടിഞ്ഞു, ഈ നാട്ടുകാർ മുഴുവനും ഞാൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞെന്നെ കളിയാക്കുന്നു. അല്ലാഹ്, ആര് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. എനിക്ക് നീ മാത്രം മതി പടച്ചവരെ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവരെ. എന്റെ ഉമ്മയേക്കാൾ നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലോ. സത്യം നിനക്കറിയാമല്ലോ അല്ലോ. എന്നെ കൈവിടല്ലേ അല്ലോ, എന്നെ കൈവിടല്ലേ അല്ലോ, എന്നെ കൈവിടല്ലേ അല്ല. ആയിഷാ ബീവി പറഞ്ഞത് ചെറുതായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദന വരുമ്പോ, ലക്ഷങ്ങളുടെ കടം വരുമ്പോ, നാട്ടുകാരും കുടുംബക്കാരും ഭാര്യയും മക്കളും ഒറ്റപ്പെടുത്തുമ്പോ, ആരുമില്ല എന്ന് നിനക്ക് തോന്നുമ്പോ, ഈ ദുനിയാവിലെ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയായിരുന്നല്ലോ എന്ന് നിന്റെ മനസ്സാക്ഷി, നിങ്ങളുടെ മനസ്സ് നിന്നോട് പറയുമ്പോ, ഒന്ന് മനസ്സമാധാനം കിട്ടാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്റെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളോട്, പെങ്ങളെ,
അല്ല നിന്നെ ഒരിക്കലും കൈയൊഴിയൂല. നിന്നെ വല്ലാത്ത സ്നേഹമാ, നീ വല്ലാത്ത സ്നേഹമാ. ഒരിക്കലും പടച്ചറപ്പ് നിന്റെ കണ്ണ് നിറയുന്നത് സഹിക്കൂല. അള്ളാന് വല്ലാത്ത വേദനയാണ് തന്റെ അടിമകളുടെ കണ്ണ് നിറയുന്നത് സഹിക്കാൻ കഴിയൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുപോരേ, ഹൃദയത്തിനകത്ത് റബ്ബിന്റെ അർശുണ്ടോ, അതിന്റെ ഒന്നാമത്തെ അടയാള ഹുസ്നുൽ അന്നി ബില്ലാഹി തആല. നിന്നെ പടച്ച റബ്ബിനെ കുറിച്ച് നല്ല ഭാവന വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ആയുധം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ